ഹായ് ഓൾ, ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ആക്ച്വലി. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രമല്ല എല്ലാ ഇൻഡെക്സിലും ഇന്ന് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ആക്ച്വലി ഇന്ന് ഇന്ത്യ വിക്സ് അല്ലാതെ വേറെ ഒരു സ്റ്റോക്കുകളും എനിക്ക് തോന്നുന്നില്ല ഇന്നൊരു ഗ്രീനിൽ ക്ലോസ് ആയെന്ന്. ഓക്കെ, ഇന്ത്യ വിക്സ് ഇപ്പം 20.3 ഇന്ന് ക്ലോസ് ആയത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യ വിക്സ് നിയർലി ഒരു 14-13 റേഞ്ചിലായിരുന്നു ഇന്നലെ ക്ലോസിങ് ചെയ്തത്. പക്ഷേ ഇന്ന് അത് ഓപ്പൺ ആയപ്പോഴത്തേക്കിന് നിയർലി ഒരു 6 പോയിൻ്റ് അപ്പായി, അതായത് 42% അപ്പായി 20. അപ്പം ഈ ഇന്ത്യ വിക്സ് 20.36 എന്ന് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ഫിയർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പം ഈ ഒരു സെല്ലിങ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ എന്താണ് ന്യൂസ് എന്നറിയുന്നവർക്ക് US മാർക്കറ്റിൽ ക്രൈസിസ് നടക്കുകയാണ്. ഓക്കെ, ഗ്ലോബൽ ക്രൈസിസ് ആണ്. അപ്പോൾ അതായത് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് US മാർക്കറ്റിൽ. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റിലും എല്ലാം റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാധാരണ നമുക്ക് നാളെയും മറ്റന്നാളും എല്ലാം ഈ ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി 1-2 ദിവസം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ബാഡ് ന്യൂസ് കൊണ്ട് മാർക്കറ്റ് ഡൗൺ ആയേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗൺ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് നമുക്ക് ആക്ച്വലി നമ്മുടെ ആ ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്കിന് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി ഹൈ വരെ ഒന്ന് പോയായിരുന്നു. ഓക്കെ, ഹൈ നിന്നാണ് പിന്നെ നല്ല ഡൗൺ ട്രെൻഡ് വന്നത്, ഡൗൺ സൈഡ് നല്ലൊരു ഫോൾ വന്നത്. ഓക്കെ, അപ്പോൾ നിയർലി ആ ഒരു എത്ര പോയിൻ്റാണ് ഫോൾ വന്നത്? ഓക്കെ, ഒരു 1 സൈഡ് റാലി തന്നെ, 1 സൈഡ് മൊമെൻറ്റ്. ഓക്കെ, നിയർലി 400 പോയിൻറ്റ്സാണ് മൊമെൻറ്റ് നടന്നത്. അപ്പോൾ ഇതൊക്കെ ക്യാച്ച് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ക്യാച്ച് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനത്തെയൊക്കെ മൊമെൻറ്റ് വരുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഈ ഇത്രയും വലിയ മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്ന്. ഞാൻ മെയിൻലി നോക്കുന്നത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ലെവൽസ്, നമ്മുടെ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കുക, എക്സിറ്റ് അടിച്ച് മാറുക. ലോസ് ആണെങ്കിൽ ലോസ് അക്സെപ്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കൊണ്ട് പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി സ്റ്റോക്ക് മാർക്കറ്റ്. അല്ലാതെ ഇത്രയും വലിയ മൊമെൻറ്റം നടന്നു ആ മൊമെൻറ്റം മൊത്തം ക്യാച്ച് ചെയ്യണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റേ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാകുമ്പോഴത്തേക്കിനും നല്ലൊരു ഗ്യാപ്പ് ഡൗൺ വന്നു, നല്ലൊരു ഇത്. ഓക്കെ, നല്ല ഡൗൺ സൈഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും വന്നത്. ഓക്കെ, ഞാൻ പിന്നെ അഡീഷണലായിട്ട് 1-2 ലിക്വിഡിറ്റി ലെവലും കൂടെയൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ചെയ്തായിരുന്നു, ജസ്റ്റ് ഒരു 1 മിനിറ്റ് സ്കാൽപ്പിങ്. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് സ്കാൽപ്പിങ്, ഒരു PE ആണ്, പുട്ട് എൻട്രി തന്നെയാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പം ആ ഒരു ലെവല് വേണ്ടി ഞാൻ ജസ്റ്റ് സ്കാൽപ്പ് ചെയ്തു. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഡൗൺ സൈഡ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ആ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഇൻ കേസ് ഒരു SL ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ റിസ്ക് റിവാർഡ് വേണ്ടേ. അപ്പോൾ ആ റിസ്ക് റിവാർഡ് ഇല്ലാതെ നമ്മളെങ്ങനെ ട്രേഡ് എടുക്കും? ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കിത് പ്രോപ്പർ ഒരു എൻട്രി സെറ്റപ്പ് ഇല്ലായിരുന്നു. നിഫ്റ്റിയിലുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഗ്യാപ്പ് ഡൗൺ വന്നപ്പോഴത്തേക്കിന് ഞാൻ ആക്ച്വലി എടുക്കാഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മാറി നിൽക്കുക. അപ്പോൾ ഇങ്ങനത്തെ വലിയ മൊമെൻ്റൊക്കെ വരുമ്പോഴത്തേന് ആ ഒരു ദിവസങ്ങളിലൊക്കെ അങ്ങ് മാറി നിൽക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ എനിക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. നിയർലി ഒരു 17,700 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ഓക്കെ, നാളത്തെ നമുക്ക് ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സ്വീപ്പ് ചെയ്തല്ലോ, അപ്പോൾ ഇതിലൊന്നും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതിലൊന്നും ഇനി മാർക്കറ്റ് നമ്മുടെ ഈ പഴയ ലിക്വിഡിറ്റി ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ലായിരിക്കും, തീർച്ചയായിട്ടും വരത്തില്ലായിരിക്കും. നമുക്കൊരു ഡേ ലോ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡേ ലോ. ഓക്കെ, ആണോ, പ്രീവിയസ് ഡേ ലോ ആക്ച്വലി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഈ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഡേ ലോ. ഓക്കെ, അപ്പം പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് ഏതാണ്? വീക്കിലി നോക്കുമ്പോഴത്തേന് 23,350 ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. 23,350 എന്ന് പറയുന്ന ആ ലെവലിൽ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ലോയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം, ഇന്നത്തെ ഡേ ലോ. ഓക്കെ, പിന്നെ ഡെയിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപ്സൈഡ് ഇതെല്ലാം ഈ ഒരു മൊമെൻറ്റും ഞാൻ അന്ന് പറഞ്ഞതാണ് ഈ വീഡിയോസിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംബാലൻസ് മൊമെൻ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് ബാലൻസ് ചെയ്തിരിക്കും. അപ്പം നാളെ ബാലൻസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല, ബാലൻസ് ചെയ്തിരിക്കും മാർക്കറ്റ്. ഓക്കെ,
അപ്പം നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് അടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, നാളെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണോ നമുക്ക് അറിഞ്ഞുകൂടാലോ. അപ്പോൾ ഈ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, 23,650 ഇൻ കേസ് ആ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വന്നാലോ. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഒരു 1 hour. ഓക്കെ, 1 hourലും കൂടെ നോക്കാം. ഓക്കെ, 1 hour നമുക്ക് ഈ ഒരു ലെവൽ 23,490. ഓക്കെ, ഈ ഒരു ലെവൽ, ഇത്രയും ലെവൽസ്. ഓക്കെ, ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ് ഞാൻ പറയാം. ഓക്കെ, 23,893 ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി ഏരിയാസാണ് ഞാൻ പറയുന്നത്. 23,893, 23,800, 23,670, 23,492, 23,350. ഓക്കെ, ഇത്രയാണ് ഞാൻ അപ്പ് സൈഡിൽ വരച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. നമുക്ക് ഇനിയും നാളത്തെ, അതായത് ആ അപ്പ് സൈഡിലും കൂടെ നോക്കാം. അപ്പ് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യുന്ന ഈ തൊട്ടാണ് റെഡാണ്. അപ്പ് സൈഡ് വന്നേക്കുന്നത് എന്താണ് 24,350. ഓക്കെ, 24,350 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയ. ഓക്കെ, നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ഇതും കൂടെ കൺസിഡർ ചെയ്യാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 24,800 to 24,850 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. ഓക്കെ, നിഫ്റ്റിയിൽ വരുന്നത് നമുക്കിനി ജസ്റ്റ് ഒരു 30 മിനിറ്റ്സിലോട്ടോ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് തന്നെയാണ്, സെയിം ലൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അല്ലാതെ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്കിനി 15 മിനിറ്റ്സും കൂടെ ജസ്റ്റ് നോക്കാം. 15 മിനിറ്റ്സിലും സെയിം ലെവൽസ് തന്നെയാണ്. അല്ലാതെ നമുക്ക് വേറെ വ്യത്യസ്തമായിട്ട് വേറെ ലൈൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം നിഫ്റ്റി 24,800 to 24,850 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ നിഫ്റ്റി 50യുടെ സ്പോട്ട് ചാർട്ടിൽ. ഓക്കെ, നിഫ്റ്റി 50യുടെ സ്പോട്ട് ചാർട്ടിൽ. പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഈ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. 24,127. ഓക്കെ, ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലെ നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ ഇന്നത്തെ ആ ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. ഓക്കെ, ലൈവ് ട്രേഡ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ലൈവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം എൻ്റെ മാത്രമല്ല, ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നവർ. അല്ലാതെ ഈ ലൈവ് അല്ലാതെ ഇപ്പം പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് കാണിക്കുന്നവരെ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പം സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം 1 lakh rupees പ്രോഫിറ്റ് കാണിച്ചു എന്നുള്ള ഒരു സ്ക്രീൻഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സുഖമായിട്ട് ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങനെ തരാം. അപ്പം അതിലൊന്നും നിങ്ങൾ അട്രാക്റ്റ് ആവരുത്. നമ്മൾ ലൈവ് ട്രേഡ്, ഇപ്പം ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടല്ല, ലൈവ് ട്രേഡിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ലൈവായിട്ട് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം കളഞ്ഞേക്കാം. ഓക്കെ, ഇതൊന്നും നമുക്കിനി വർക്കാവത്തില്ല. ഈ ലെവൽസ് കാര്യങ്ങളെല്ലാം കളഞ്ഞേക്കാം. ഓക്കെ, നമുക്കതിന് ഇനിയും വീക്കിൽ നമ്മൾ മുമ്പേ നോക്കിയ പോലെ തന്നെ വീക്കിലി ചാർട്ട് നോക്കാം. ഓക്കെ, വീക്കിലി ക്യാൻഡിലിൽ നമുക്ക് ഇത് 49,530 എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട്. 49,500. ഓക്കെ, പിന്നെ നമുക്ക് ഈ വീക്കിൻ്റെ ലോയും കൂടെ. ഓക്കെ, 49,719 അതാണ് ഇന്നത്തെ ലോ കേട്ടോ. ഇന്നത്തെ ലോ ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത ഏതാണ്? നമുക്ക് ഡെയിലി തന്നെ എടുക്കാം. ഡെയിലി ക്യാൻഡിൽ എടുക്കുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? അപ്പോൾ ഈ ഒരു ലെവൽസൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ 2 ലെവൽസിലോട്ടൊക്കെ മാർക്കറ്റ് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. 48,906 ഇപ്പം ഇത് ഇന്നത്തെ പോലെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതും സ്വീപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. ഇന്നത്തെ ഡേ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഞാൻ നേരത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്യാൻഡിൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ ഇതുവരെയായിട്ടും ക്യാൻഡിൽസ് ഒന്നും ക്ലോസ് ആയിട്ടില്ല. കണ്ടോ, നല്ലൊരു ബോഡി വെച്ചിട്ട് ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ സ്റ്റിൽ ഒരു ബിയറിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ സ്റ്റിൽ ഒരു ബിയറിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ്, ഇതാണ് നോക്കേണ്ടത്. മാർക്കറ്റിലൊരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, അപ്സൈഡ് പോകാൻ അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നു എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ,
പിന്നെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 hour ക്യാൻഡിൽ നോക്കാം. 1 hourൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്കിനി ഒരു 30 minutes ഓക്കെ, 30 minutesൽ ഇത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു 15 minutes കൂടെ നോക്കിയേക്കാം. 15 minutes ഓക്കെ, 15 minutesൽ വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 15 minutesൽ നമുക്ക് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. 15 minutesലും വലിയ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. 15 minutesൽ പിന്നെ നമുക്ക് ഇത് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. 15 minutesൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പം എൻ്റെ ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നാളത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിരിക്കും. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം. ഓക്കെ, അപ്പോൾ നാളെ മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ കാര്യം എന്നൊക്കെ അറിയാം. പക്ഷേ എന്നാൽ തന്നെ നാളത്തെ എൻ്റെ ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇന്ന് വലിയ ഒരു ചെറിയൊരു മൈൽഡ് ഗ്യാപ്പ് ഡൗണിൽ ഇന്നത്തെ ഒരു ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാനൊരു അപ്സൈഡ് മൊമെൻ്റ് ആയിരിക്കും ഞാനൊന്ന് നോക്കുന്നത്, അപ്സൈഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുട്ട് എൻട്രി അല്ലെങ്കിൽ ഒരു കോൾ എൻട്രി അല്ല എടുക്കുന്നത്. ഞാൻ ഈ പറയുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ ട്രേഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് എന്ന ഒരു കോൺസെപ്റ്റിലാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നാളത്തേക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഞാനപ്പം ഈ ഒരു ഇമേജ് കാര്യങ്ങളെല്ലാം എനിക്ക് ടെലിഗ്രാം ചാനലുണ്ട്. ഞാനപ്പോൾ ആ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു കമൻറ്റിൽ നിങ്ങൾക്ക് കയറി കാണാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നാളത്തേക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ്. നാളെ മാർക്കറ്റ് ക്രാഷ് ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.